പ്രിയ കൂട്ടുകാരെ, അക്ഷരവീട് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. കലയുടെ വേരുകൾ എന്നാണ് ഈ യൂണിറ്റിന്റെ പേര്. പാഠപുസ്തകത്തിൽ കുറെ കലാരൂപങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പരിചയമുള്ള കലാരൂപങ്ങളുണ്ടോ? ഓക്കെ. ചിത്രങ്ങളുടെ അടിയിലുള്ള ചോദ്യം വായിക്കാം. ചിത്രത്തിൽ നൽകിയിട്ടുള്ള കലാരൂപങ്ങൾ തിരിച്ചറിയുക. കേരളത്തിലെ മറ്റ് കലാരൂപങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. തെയ്യം, മാർഗംകളി, പടയണി, ഒപ്പന എന്നീ കലാരൂപങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. മറ്റു കലാരൂപങ്ങളെ നമുക്ക് കണ്ടെത്താം. പുലിക്കളി, ചവിട്ടുനാടകം, തിറ, കളംപാട്ട്, കക്കാരശ്ശി നാടകം, വേലക്കളി, നങ്ങ്യാർകൂത്ത്, കൂടിയാട്ടം, കഥകളി, മോഹിനിയാട്ടം, കൈകൊട്ടിക്കളി, തുള്ളൽ, തിരുവാതിര എന്നിങ്ങനെ കേരളത്തിൽ നിരവധി കലാരൂപങ്ങൾ കാണാൻ സാധിക്കും. ഇനി പാഠഭാഗത്തിലെ അനുബന്ധ വാക്യം വായിക്കാം. ബാല്യത്തിന്റെ വിസ്മയാനുഭൂതികളാണ് ഓരോ കലയുടെയും തിരനോട്ടം. തിരശീല നീങ്ങുമ്പോൾ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുന്നു. ബാല്യകാലത്തുണ്ടാകുന്ന വിസ്മയിപ്പിക്കുന്ന ഓർമ്മകളാണ് ഓരോ കലയുടെയും പിന്നിലുള്ളത്. തിരശീല നീങ്ങുമ്പോൾ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുന്നു. കഥകളി ആരംഭിക്കുമ്പോൾ തിരശീല നീങ്ങി അരങ്ങിൽ ആട്ടവിളക്ക് തെളിയും. ബാല്യത്തിൽ ഒരു കലാരൂപം കാണാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം, ജീവിതം തന്നെ മാറ്റിമറിച്ച കഥ പറയുന്ന പാഠഭാഗമാണ് കളിവിളക്കിൻ തിരിനാളം. അതുകൊണ്ടാണ് അനുബന്ധവാക്യം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന രാമൻകുട്ടി നായർ എന്ന മനുഷ്യനെ കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന വിശ്രുത നടനാക്കി മാറ്റിയത് കളിയരങ്ങുകളാണ്. അനേകം കളിയരങ്ങുകളിലെ ഓർമ്മകൾ നിറഞ്ഞു കവിയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് തിരനോട്ടം. അതിലെ മുച്ചുഴിയൻ്റെ കളിക്കമ്പം എന്ന 1ാം അധ്യായത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കളിവിളക്കിൻ തിരിനാളം എന്ന ഈ പാഠഭാഗം. അദ്ദേഹം കഥകളി നടനാവാൻ കാരണമായ ബാല്യകാല അനുഭവമാണ് ഈ പാഠഭാഗത്ത് വിവരിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം. ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു. മറ്റു കുട്ടികളെ പോലെ കളിവിളക്കിന് മുന്നിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കിത്തിരക്കിയിരിക്കും. കഷ്ടിച്ച് കഥ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ടുമുണ്ടാകും. എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട്. പരോക്ഷമാണെങ്കിലും അത് പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ ഹഠാത് ആകർഷിച്ചത് ഹനുമാന്റെ വേഷമാണ്. അതും തോരണ യുദ്ധത്തിലെ ഹനുമാൻ. അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം. ഒരിക്കൽ ഉത്സവക്കളിക്ക് കൂട്ടുകാരുമൊത്ത് അരങ്ങിന് മുമ്പിൽ ചെന്നിരുന്നു. കളി തുടങ്ങിയിരുന്നു. എന്തുകൊണ്ടോ ഒരു രസം തോന്നിയില്ല. ഞങ്ങളിൽ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിലെത്തി. അണിയറയുടെ വാതിൽപ്പാളിയിലൂടെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴതാ അങ്ങേ തലയ്ക്കൽ ഒരു സാധനം അനക്കമറ്റിരിക്കുന്നു. നിലവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല. ആശാരിക്കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അത് എന്ന് പിന്നീട് മനസ്സിലായി. ഏതായാലും ഞങ്ങൾക്ക് രസം മൂത്തു. വാതിൽ കുറേശ്ശെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ച് നീങ്ങി തുടങ്ങി. ഓർക്കപ്പുറത്ത് ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി 4 ചവിട്ട്. വേഷം ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ്. ഇത് ഞങ്ങൾക്കറിയില്ല. പേടിച്ചു വിരണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി. അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അപരിചിതർ നേരെ ചൊവ്വേ വന്നിറങ്ങിയാൽ ഒരു പൊട്ടക്കുണ്ടിലാണ് വന്ന് ചാടുക. കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു വേണം ഇറങ്ങിപ്പോകാൻ. ഇതറിയാതെ ഞങ്ങൾ ഓടി കൂട്ടത്തോടെ ചെന്നു വീണതോ ആ കുണ്ടിലും.
അപ്പോഴും കച്ചമണികളുടെയും മടംപിടിയുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രസ്തുത രൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ? കൊട്ടിപ്പിടഞ്ഞ് എണീറ്റോടാൻ നോക്കി. സമാധാനം. വേഷം ഞങ്ങളുടെ പുറകെയല്ല, അരങ്ങത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല. കാരണം കഥകളി അണിയറകളിൽ അത്യാവശ്യം കാഴ്ചക്കാരും കുട്ടികളും അവിടെ എത്തിയും പാളിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ. ഇത്രയുമായപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവെല്ലാം തീർന്നു. ഇനി ഏതായാലും കഥകളി കാണുക തന്നെ എന്ന് തീരുമാനിച്ചു. വീണ്ടും അരങ്ങിന് മുമ്പിലെത്തി. അപ്പോഴേക്കും ഹനുമാൻ ആട്ടം തുടങ്ങിയിരുന്നു. അതിൽ രാക്ഷസന്മാരുമായുള്ള യുദ്ധചാപല്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു. യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വച്ചിരുന്ന ഉങ്ങിന്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസ വേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു. ഞങ്ങൾക്ക് രസം പിടിച്ചു. അതിനിടയിൽ ഉങ്ങിന്റെ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻകായ് നേരെ തെറിച്ച് എൻ്റെ മൂക്കിന്മേൽ തട്ടി. കലശലായ വേദന അനുഭവപ്പെട്ടു. അപ്പോഴേക്കും കഷ്ടിച്ച് പുലരാറായിരുന്നു. എണീറ്റ് വീട്ടിലേക്ക് നടന്നു. ആ വേദന കുറേ ദിവസം നീണ്ടു നിന്നു. കലാമണ്ഡലം രാമൻകുട്ടി നായർ, തിരനോട്ടം. നമുക്ക് പഠന പ്രവർത്തനങ്ങളാണ് ഇനിയുള്ളത്. പഠന പ്രവർത്തനങ്ങളുടെ ഉത്തര മാതൃക ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ച് നോട്ടിലേക്ക് എഴുതണം. ഓക്കെ, താങ്ക് യു.